മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് ഇനി MRI സ്കാനിങ്ങിന് സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട. ആശുപത്രിയിൽ 10.10 കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച MRI സ്കാനിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം മാർച്ച് 3-ന് ആരംഭിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാവിലെ 9 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ദിവസം 2 ഷിഫ്റ്റ് വീതം എന്ന തോതിലായിരിക്കും ആദ്യഘട്ട പ്രവർത്തനം. ജില്ലയിൽ സർക്കാർ ആശുപത്രിയിൽ ആദ്യമായാണ് MRI സ്കാനിംഗ് തുടങ്ങുന്നത്. ആശുപത്രിയിലെത്തുന്ന രോഗികളെ സ്വകാര്യ സ്കാനിംഗ് കേന്ദ്രങ്ങളിലേക്ക് വിടുകയായിരുന്നു നിലവിലെ രീതി. സ്ട്രോക്ക്, വിവിധയിനം ട്യൂമർ, നട്ടെല്ല് സംബന്ധിച്ച പരിക്കുകൾ, ലിഗ്മെന്റ് പരിക്കുകൾ, ക്യാൻസർ തുടങ്ങിയവ സംബന്ധിച്ച രോഗനിർണയം വേഗത്തിൽ നടത്താനാവും. ഹോളോ ബോഡി സ്കാനിംഗ് ചെയ്യാനാവും വിധമാണ് യൂണിറ്റ് സജ്ജമാക്കിയത്. രോഗികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് MRI സ്കാനിംഗ്. ഏതാനും ദിവസം ട്രയൽ റൺ നടത്തിയ ശേഷമായിരിക്കും രോഗികൾക്ക് പ്രയോജനം ലഭിക്കുക. തുടക്കത്തിൽ ദിവസം 15 സ്കാനിംഗ് നടത്തുന്ന തരത്തിലായിരിക്കും ക്രമീകരണം. MAR റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിൽ പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, 4 സീനിയർ റെസിഡന്റ് ഡോക്ടർമാർ ആണുള്ളത്. വിവിധ ചികിത്സാ വിഭാഗങ്ങൾ രോഗനിർണയം നടത്താൻ MRIക്ക് നിർദ്ദേശിക്കുന്നതിനാൽ തിരക്ക് ഒഴിവാക്കാൻ തീയതി നൽകും. മറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേതുപോലെയായിരിക്കും നിരക്ക്. സ്ട്രോക്ക് ICU, ലാക്ടേഷൻ മാനേജ്മെന്റ് എന്നിവ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. പക്ഷാഘാതം ബാധിച്ചവർക്ക് ആദ്യ മണിക്കൂറുകളിൽ ചികിത്സ നൽകുന്നതിന് എമർജൻസി വിഭാഗത്തിൽ പ്രത്യേക ബെഡുകൾ, ത്രോബോലൈസിസ് ചികിത്സ എന്നിവ MRI സൗകര്യങ്ങളുമായി സംയോജിപ്പിച്ചാണ് നൽകുന്നത്. 10 ലക്ഷം രൂപ ചിലവിലാണ് ICU സജ്ജമാക്കിയത്. നവജാത ശിശുക്കളുടെ ആരോഗ്യ സുരക്ഷാ സംവിധാനത്തിന് 12 ലക്ഷം രൂപ ചിലവിലാണ് ലാക്ടേഷൻ മാനേജ്മെന്റ് ഒരുക്കിയത്. മുലയൂട്ടുന്ന വെല്ലുവിളി നേരിടുന്ന അമ്മമാർക്ക് കൗൺസിലിംഗും മുലപ്പാൽ ശേഖരണവും ആരോഗ്യ പരിപാലനവും ഉറപ്പാക്കുന്നതാണ് പദ്ധതി. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.